രാജേട്ട PC ജോർജിന് മതം പൊട്ടി എന്ന് പറയേണ്ടി വരും. മകൻ ഷോൺ ജോർജിനും ദീപിക പത്രത്തെയും സഭയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. PC ജോർജ് എല്ലാ കാലത്തും തെറി പറഞ്ഞും അസഭ്യം പറഞ്ഞും ആളുകളെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിച്ചും ഒക്കെ തന്നെയാണ് PC ജോർജിൻ്റെ രാഷ്ട്രീയം എന്ന് നമുക്കറിയാം. എല്ലാ കാലത്തും അദ്ദേഹം നിലനിന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് പക്ഷത്താണോ നിൽക്കുന്നത് ആ പക്ഷത്തിന് വിരുദ്ധപക്ഷത്തോടെ എല്ലാ ആളുകളെയും തെറി പറയും. BJP വളരെ കൃത്യമായ അജണ്ടയുമായിട്ടാണ് FCR ആയിട്ട് വന്നിരിക്കുന്നതെന്നും അല്ലാതെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു നീക്കവും യഥാർത്ഥം നടക്കുന്നില്ലെന്നും ഈ PC ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയൊക്കെ രണ്ട് വാഴകളാണ്, വാഴ 1 വാഴ 2. പക്ഷേ BJP വളരെ കൃത്യമായി ലക്ഷ്യമിടുന്നത് എന്താണെന്നുള്ളത് PC ജോർജിനും അറിയാം, ഷോൺ ജോർജിനും അറിയാം. യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളതെന്ന് നമ്മളിൽ മനസ്സിലാക്കും. രാജേട്ട നമസ്കാരം. രാജേട്ട PC ജോർജിന് മതം പൊട്ടി എന്ന് പറയേണ്ടി വരും. മകൻ ഷോൺ ജോർജിനും ദീപിക പത്രത്തെയും സഭയും ഒക്കെ അടച്ചാക്ഷേപിക്കുന്ന ഒരു സമീപനമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് കിലുക്കം എന്ന സിനിമയ്ക്കകത്ത് ഇന്നസെന്റ് വന്ന് നമ്മളുടെ തിലകനെ തെറി പറയുന്നുണ്ട്. നിന്നെ ഞാൻ ഇപ്പ വരപ്പിക്കും എന്ന് പറയും, ലോട്ടറി അടിച്ചപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ ഷോൺ ജോർജിൻ്റെയും ഈ PC ജോർജിൻ്റെയും പ്രസ്താവന എന്ന് പറയുന്നത്. ഇത് വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടില്ല. ഇന്നലെ വരെ താൻ പാലയിൽ ബഹുഭൂരിപക്ഷം വോട്ടിന് വിജയിക്കുമെന്ന് പ്രഖ്യാപിച്ച ഷോൺ ജോർജിന് ഇന്ന് നേരം വെളുത്തപ്പോഴത്തേക്ക് തൻ്റെ പരാജയം മണത്തു. അതായത് ഒരു പക്ഷേ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച BJP സ്ഥാനാർത്ഥി പിടിച്ച അത്ര പോലെ വോട്ട് പിടിക്കില്ല എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തിയോ എന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അതിൻ്റെ മേളിൽ ഏകദേശം 24,000-25,000 വോട്ടിലേക്ക് അല്ല, കഴിഞ്ഞ പ്രാവശ്യം 13,000 വോട്ടുണ്ടായിരുന്നു. പ്രമീളാദേവി ഹരി മത്സരിച്ച സമയത്താണ് അവിടെ 24,000 വോട്ട് പിടിച്ചത്. ആ 24,000 ഒരു 25,000 വോട്ടിലേക്ക് ഷോൺ എത്തും. 25,000 ഒരു ലക്ഷം 30,000 വരെ വോട്ടിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. 1,33,000 വോട്ടാണ് അവിടെ കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ പൂഞ്ഞാറിലും അവസ്ഥ വളരെ വ്യത്യസ്തമാണ്. അവിടെ മത്സരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LDFും UDFുമായിട്ട് മത്സരം മാറുന്ന കാഴ്ചയും കണ്ടതാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് കത്തോലിക്ക സഭയുടെ നെഞ്ചത്തേക്ക് ചവിട്ടിക്കയറേണ്ട എന്ത് കാര്യം ഇരിക്കുന്നത്? കത്തോലിക്ക സഭ PC ജോർജിനെ ഷോൺ ജോർജിനെ കണ്ടിട്ടാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? എന്ത് തോന്നിയവാസമാണ്, എന്ത് പോക്കൃത്തരമാണ് ഈ അപ്പനും മകനും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മധ്യകേരളത്തിലെ ഏറ്റവും മാലിന്യങ്ങൾ എന്ന് പറയുന്നത് PC ജോർജാണ്. നമ്മൾ പലതവണ PC ജോർജിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. കാരണം ഇനി PC ജോർജിനെ കുറിച്ച് പറയുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ നാണക്കേടാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം PC ജോർജ് എല്ലാ കാലത്തും തെറി പറഞ്ഞും അസഭ്യം പറഞ്ഞും ആളുകളെ കുറിച്ച് വളരെ മോശമായി ചിത്രീകരിച്ചും ഒക്കെ തന്നെയാണ് PC ജോർജിൻ്റെ രാഷ്ട്രീയം എന്ന് നമുക്കറിയാം. എല്ലാ കാലത്തും അദ്ദേഹം നിലനിന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഏത് പക്ഷത്താണോ നിൽക്കുന്നത് ആ പക്ഷത്തിന് വിരുദ്ധപക്ഷത്തോടെ എല്ലാ ആളുകളെയും തെറി പറയും. നേരത്തെ തന്നെ നമുക്കറിയാം, കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെ കുറിച്ച് വളരെ മോശമായി നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ദീപികയുമായി ബന്ധപ്പെട്ട് തന്നെയായിരുന്നു സംഭവം. അതായത് ദീപികയുടെ ഷെയറുമായി ബന്ധപ്പെട്ട് അന്ന് ഫാരിസിന്റെ കയ്യിൽ ഈ ഷെയർ പോയപ്പോൾ അർക്കൽപിതാവിനോടാണ് വളരെ മോശമായി സംസാരിച്ചിരുന്നു. അതിനുശേഷം നമുക്കറിയാം ഈ കന്യാസ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കന്യാസ്ത്രീകളെ പലരെയും മോശമായി അസഭ്യം പറയുകയും ചെയ്തു. പിന്നീട് പല സന്ദർഭങ്ങളിലും അദ്ദേഹം പിതാക്കന്മാരെയും അതുപോലെ തന്നെ വികാരിമാരെയും ഒക്കെ വളരെ അവഹേളിക്കുന്ന തരത്തിലുള്ള സംസാരങ്ങളൊക്കെ ഫ്രാങ്കോ പിതാവിനെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, അപ്പോൾ ആ വിഷയത്തിൽ കന്യാസ്ത്രീകളെ അധിക്ഷേപിച്ചു. അപ്പം എല്ലാ കന്യാസ്ത്രീകളെയും അധിക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് അസഭ്യം പറയുക, ആളുകളെക്കുറിച്ച് കുറ്റം പറയുക, പലരെയും സംശയത്തിൻ്റെ നിഴലിലാക്കുക, ഇത്തരം ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഇല്ല എന്ന് തന്നെ പറയാം. രാഷ്ട്രീയം ആണ് ഇതിന് പിറകിൽ. മാത്രമല്ല അദ്ദേഹം തോക്കിക്കൊണ്ട വിഷയമൊക്കെ ഉണ്ട്. അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കുന്ന സമയത്ത് അദ്ദേഹം എന്തെല്ലാം വിഷയങ്ങളിൽ വിവാദമുണ്ടാക്കിയെന്ന് നമുക്ക് കാണണം. അവസാനം സരിതേൻ്റെ വിഷയത്തിലും അതുപോലെ തന്നെ സ്വപ്ന സുരേഷിൻ്റെ വിഷയത്തിലൊക്കെ എന്ത് സമീപനമാണ് അദ്ദേഹം കൈക്കൊണ്ടതെന്നും അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടതും ഒക്കെ നമുക്കറിയാം. അതുകൊണ്ട് ഈ PC ജോർജ് കുറേ തെറി പറയും. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യ കൊന്തയെടുക്കും, പ്രാർത്ഥിക്കും, കുറേ ആളെ ശപിക്കും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഇലക്ഷനിൽ കഴിഞ്ഞ തവണ അദ്ദേഹം പറഞ്ഞാണ്, ഇനി ഞാൻ ഒരു ഇലക്ഷനിൽ മത്സരിക്കുന്നില്ലെന്നും എൻ്റെ മകനായിരിക്കും ഇനി മത്സരിക്കുക, ഇനി ഞാൻ ശിഷ്ടകാലത്ത് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് മാറുകയാണ് എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് പുള്ളി വീണ്ടും പൂഞ്ഞാറിൽ സ്ഥാനാർത്ഥിയാവുന്നത്. അപ്പോൾ BJPയിൽ ചേർന്ന് രൂപം മാറി വന്നാണ് അദ്ദേഹം വീണ്ടും സ്ഥാനാർത്ഥിയാവുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സമയത്ത് PC ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും പറഞ്ഞത് ക്രിസ്ത്യൻ സമുദായത്തിനിടയിൽ BJPക്ക് വലിയ സ്വീകാര്യത
സാധ്യത ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പാലായിൽ നിന്ന് ഞാനും അതുപോലെ തന്നെ പൂഞ്ഞാറിൽ നിന്ന് PC ജോർജും താമര ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിക്കുമെന്നും ക്രിസ്ത്യാനികളും BJPയും തമ്മിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ വരവോടുകൂടി കഴിഞ്ഞു എന്നുള്ളതാണ്. അതിന് മുന്നേ തന്നെ തെറ്റിദ്ധാരണ തീർക്കാൻ വേണ്ടിയിട്ട് ജോർജ് കുര്യനെ പോലുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അനൂപ് ആന്റണിയെ പോലുള്ള ആളുകളൊക്കെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചവരാണ്. അവരും കുറേ തെറ്റിദ്ധാരണകൾ തിരുത്തിയിട്ടാണല്ലോ ഈ പോസ്റ്റിൽ എത്തിയത്. പക്ഷേ ഇതിനു മുന്നേ തന്നെ വേറൊരു മഹാൻ, കണ്ണന്താനം എന്ന് പറഞ്ഞ മഹാൻ, നേരത്തെ തന്നെ തെറ്റിദ്ധാരണകൾ തിരുത്തി കേന്ദ്രമന്ത്രിക്കായ ചരിത്രമൊക്കെ ഉണ്ട്. പക്ഷേ FCRA നടപ്പിലാക്കും എന്ന് പ്രഖ്യാപിച്ചത് ഇതിനിടയിൽ തന്നെയാണ് എന്നുള്ളത് നമ്മളിൽ മനസ്സിലാക്കണം. ദീപികയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ പ്രതിഷേധം എന്ന് പറയുന്നത് ദീപികയുടെ മുഖപ്രസംഗത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു FCRA നടപ്പിലാക്കാനുള്ള നീക്കം ഇത് ക്രിസ്ത്യൻ സമുദായത്തോടുള്ള വലിയ വെല്ലുവിളിയാണെന്നും ക്രിസ്ത്യൻ വിഭാഗം രാജ്യത്താകമാനം കെട്ടിപ്പടുത്ത നിരവധിയായ സ്ഥാപനങ്ങൾ, വലിയ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന നിരവധിയായ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തുന്ന നീക്കങ്ങളുടെ ഭാഗമാണ് ഇതെന്ന് അതിനിശ്ചിതമായി വിമർശിച്ചു. അതുപോലെ തന്നെ ന്യൂനപക്ഷ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന് യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുത്തില്ല എന്നതും ഈ എഡിറ്റോറിയലിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആ സമയത്ത് എന്താ ഇവർ പറഞ്ഞത്, FCRA നിങ്ങളാരും ഭയപ്പെടേണ്ടതില്ലെന്നും ഞങ്ങൾ അമിത്ഷായിട്ടും നേരിട്ട് ബന്ധപ്പെട്ടുവെന്നും അതിൽ ക്രിസ്ത്യൻ വിഭാഗത്തിന് ഒരു അപകടമില്ലാത്ത രീതിയിൽ ആയിരിക്കും ഈ നിയമം നടപ്പിലാക്കുക എന്നൊക്കെയായിരുന്നു. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ BJPയുടെ മുഖം മാറും. BJP വളരെ കൃത്യമായ അജണ്ടയുമായിട്ടാണ് FCRA ആയിട്ട് വന്നിരിക്കുന്നതെന്നും അല്ലാതെ കേരളത്തിലെ ക്രിസ്ത്യാനികളെ BJPയിലേക്ക് അടുപ്പിക്കാനുള്ള ഒരു നീക്കവും യഥാർത്ഥം നടക്കുന്നില്ലെന്നും ഈ PC ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയൊക്കെ രണ്ട് വാഴകളാണ്, വാഴ 1 വാഴ 2 എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവരെയൊക്കെ BJPയിലേക്ക് കൊണ്ടുവന്ന് വലിയ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല അവരുടെ പുറപ്പാട്. ഇതൊക്കെ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി. ഇപ്പം ജോർജ് കുര്യനെ മന്ത്രിയാക്കി എന്നുള്ളതുകൊണ്ട് ഈ കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളെയും അവർ ഒരുമിച്ച് നിർത്താൻ വേണ്ടി. ജോർജ് കുര്യൻ എന്ന് വെച്ചാൽ സംഘപരിവാർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അല്ല, അതിലൂടെ സന്ദേശം നൽകുന്നത് എന്താണ്? ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കെതിരല്ല. ഇതാ നോക്കൂ, നമ്മുടെ മിനിസ്ട്രിയിൽ ഒരു ജോർജ് കുര്യൻ എന്ന ഒരു ക്രിസ്ത്യാനി കോട്ടയംകാരൻ ഇതാ ഞങ്ങളുടെ കൂടെ ഉണ്ട്, അദ്ദേഹത്തിന് ഞങ്ങൾ നല്ല പരിഗണന കൊടുത്തിരിക്കുന്നു, വരൂ കടന്നു വരൂ എന്ന് പറയുന്ന രീതിയിലാണ്. പക്ഷേ BJP വളരെ കൃത്യമായി ലക്ഷ്യമിടുന്നത് എന്താണെന്നുള്ളത് PC ജോർജിനും അറിയാം, ഷോൺ ജോർജിനും അറിയാം. യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഉള്ളതെന്ന് നമ്മളിൽ മനസ്സിലാക്കാം. അല്ല രാജേഷിൻ്റെ അകത്ത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഷോൺ ജോർജും PC ജോർജും ഇതേപോലെ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം വോട്ട് പെട്ടിക്കകത്താണ്. ഈ വോട്ട് പെട്ടിക്കകത്ത് ഇരിക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊരു ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ ഒരു പൊട്ടിത്തെറി നടത്താനായിട്ട് മറ്റൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷോൺ ജോർജ് വളരെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിരുന്ന ഒരു കാര്യമാണ് പാലായിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുമെന്നുള്ളത്. പക്ഷേ പാലായിലല്ല നരേന്ദ്രമോദി വന്നത്. നരേന്ദ്രമോദി വന്നെവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവല്ലയിലാണ്, അനൂപ് ആന്റണിയുടെ അടുത്താണ്. അതിനുശേഷം അനൂപ് ആന്റണി എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് തനിക്ക് വേണ്ടിയിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ഓടി നടന്ന് പണിയെടുക്കുന്നു എന്നൊക്കെ നരേന്ദ്രമോദി അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച സമയത്ത് ഷോണിൻ്റെ പേര് പോലും പരാമർശിച്ചില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരു ക്രിസ്ത്യാനിക്ക് മറ്റൊരു ക്രിസ്ത്യാനിയെ കണ്ടുകൂടാ എന്നൊരു തത്വം കൂടി നമ്മളിവിടെ എടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അത് വെച്ച് നോക്കുന്ന സമയത്ത് പർപ്പസ്ഫുള്ളി ഇപ്പോൾ ഈ FCRയുടെ വിഷയം കൂടി വന്നത് കൊണ്ട് തന്നെ ഇവർക്ക് BJPക്കകത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല. കാരണം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ മാന്യനായിട്ടുള്ളൊരു വ്യക്തിയാണ് BJPയുടെ ഇപ്പോഴത്തെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ. ആ ഒരു മാന്യത ഉള്ള ഒരു വ്യക്തി BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടിരിക്കുന്ന സമയത്ത് ഇതുപോലെ അദ്ദേഹം ഒരിക്കലും ഒരു വർഗീയവാദിയാണ് എന്ന അഭിപ്രായം ഇല്ല. അപ്പൊ അതിന് ഒരു വർഗീയ സ്വഭാവം അദ്ദേഹത്തിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തി ഒരു കാരണവശാലും ക്രിസ്ത്യൻ സഭാ സമൂഹത്തെ ഇതേ രീതിയിൽ PC ജോർജ് പറഞ്ഞതിനെയും ഷോൺ ജോർജ് പറഞ്ഞതിനെയും അംഗീകരിക്കാൻ പോകുന്നില്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന, ഒരുപക്ഷെ നമ്മുടെ ഈ വീഡിയോ ഔട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുപക്ഷെ 3:30-ക്കോ 4 മണിക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഈ വീഡിയോ ഔട്ട് ഇറങ്ങുക. അപ്പോൾ ആ സമയത്തിനുള്ളിൽ തന്നെ ഇവർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് പാർട്ടിയുടെ ഭാഗത്തുനിന്ന് വരാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. ഈ PC ജോർജിനോട് നേരത്തെ തന്നെ പല വിവാദങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഈ BJP നേതൃത്വം താങ്കൾ കുറച്ചും കൂടി സംയമനം പാലിക്കണം, അനാവശ്യമായുള്ള പ്രസ്താവനകൾ നടത്തരുത്, വിവാദങ്ങളിലേക്ക് പോകരുത് എന്ന് BJP നേതൃത്വം അദ്ദേഹത്തോട് പലതവണ ആവർത്തിച്ചിട്ടുണ്ട്. ഈ ഷോൺ
ജോർജ് എന്ന് പറയുന്ന ആളും യഥാർത്ഥത്തിൽ BJP-യുടെ വലിയ ഉന്നതനായ ഒരു സ്റ്റേറ്റ് ഭാരവാഹിയാണല്ലോ. അദ്ദേഹത്തിനും ഇത് വലിയ തരത്തിൽ തിരിച്ചടിയാവും എന്നുള്ളത് തന്നെ നമ്മൾ കാണേണ്ടത്. BJP-ക്ക് കേരളത്തിൽ നിലനിൽക്കണമെങ്കിൽ ഈ PC ജോർജിനെയോ അതുപോലെ തന്നെ ഷോൺ ജോർജിനെയൊക്കെ നിലക്ക് നിർത്തിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും എന്ന് തന്നെ നമ്മളിൽ കാണേണ്ടത്. മറ്റേ ഇദ്ദേഹത്തിൻ്റെ ആരോപണം എന്ന് പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് കന്യാസ്ത്രീ മഠങ്ങളിൽ വിളിച്ചു പറഞ്ഞു ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്. ഇത് സ്വാഭാവികം നടക്കുന്നതാണ്, ഇതാദ്യമായി നടക്കുന്നതല്ല എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലാതാനും. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹം വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, പാലാ ബിഷപ്പ് മാന്യനാണ്, പക്ഷേ ഇവിടെയുള്ള കുറേ ആളുകളുണ്ട്, കുറേ വൈദികർ ഉണ്ട്, ബിഷപ്പുമാരുണ്ട്, ഇവരൊക്കെ കൃത്യമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ്. അതുകൊണ്ട് ഇത്തരം രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഇനി മേലാൽ ഇവർ മെനക്കെട്ടിറങ്ങരുത്, അന്നേരത്തെ എൻ്റെ വിവരം അറിയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ സഭയ്ക്കെതിരല്ല എന്നും ഇത്തരത്തിലുള്ള വൈദികർക്കെതിരാണ് എന്നുള്ളത്. വൈദികർ ആദ്യമായിട്ടാണോ ഈ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത്? എന്തിനാണ് പല ഈ രാഷ്ട്രീയ നേതാക്കന്മാരും എന്തിനാണ് അരമനയിൽ പോയി തിണ്ണനിറങ്ങുന്നത്? എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നമുക്കറിയാലോ, എല്ലാ ആളുകളും പോയി അരമനയിൽ പോയി കൈമുത്തുന്ന കാഴ്ചയുണ്ടല്ലോ. ഇതൊക്കെ PC ജോർജ് ചെയ്തതിന് ശേഷം തിരിച്ചടി കിട്ടുമെന്ന് കാണുമ്പോഴാണ് ഇദ്ദേഹത്തിന് ഹാലിളകിയെന്ന് നമ്മൾ ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് PC ജോർജ് അയാളുടെ ഇലക്ഷൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ തന്നെ മനസ്സിലാക്കിയതിൻ്റെ ഫലമായിട്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഈ പ്രകടനം. അതുകൊണ്ട് വരും നാളുകളിലും PC ജോർജിൻ്റെ ഇത്തരത്തിലുള്ള വലിയ വളരെ മെച്ചമായ രീതിയിലുള്ള ചില വാക്കുകളൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് പ്ലാസ്റ്റിക് അല്ല നിരോധിക്കേണ്ടത്, യഥാർത്ഥത്തിൽ ആദ്യം നിരോധിക്കേണ്ടത് PC ജോർജ് ആണെന്ന് എനിക്ക് പറയാനുള്ളത്.